ഡോക്ടർ ബെറ്റർ ലൈഫിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മളിങ്ങനെ ദൈനംദിന ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒത്തിരി പേര് വളരെ നിരാശയോടും സങ്കടത്തോടും കൂടെ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് കൊളസ്ട്രോൾ ആണ്. ശരിക്കും ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞത് ഒരു രോഗാവസ്ഥയാണോ? കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൊളസ്ട്രോൾ ഒരു മോളിക്യൂളാണ്. അപ്പോൾ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ നിർമ്മാണത്തിനും ചില ഹോർമോണുകളുടെ നിർമ്മാണത്തിനും ഒക്കെ അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ്. പക്ഷേ അത് വളരെ കുറഞ്ഞ അളവിൽ മതി നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക്. ഉദാഹരണം പറയുകയാണെങ്കിൽ LDL കൊളസ്ട്രോൾ ഒരു 25 മില്ലിഗ്രാം മതി നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക്. പക്ഷേ അത് ആവശ്യമാണ്. പക്ഷേ അത് ക്രമാതീതമായിട്ട് ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പല പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യം കൊളസ്ട്രോൾ കൂടുമ്പോൾ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലെ രക്തക്കൊഴലുകളുടെ ഉൾഭാഗത്ത് അടിഞ്ഞുകൂടാനും രക്തക്കൊഴലുകളിൽ തടസ്സമുണ്ടാക്കാനും തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഹാർട്ട് അറ്റാക്കിലേക്കും സ്ട്രോക്കിലേക്കും കാലിലെയൊക്കെ രക്തഓട്ടം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കും ഒക്കെ നയിക്കും. അതുകൊണ്ടാണ് കൊളസ്ട്രോളിനെ കുറിച്ച് ആളുകൾ ഭയപ്പെടുന്നത്. ശരിക്കും അതുപോലെ നമ്മൾ ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ എല്ലാവർക്കും, പക്ഷെ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു അവയർനെസ് ഇല്ല. എങ്കിലും എല്ലാവരും പറയും. അതിപ്പോൾ അതെന്താണ് അതിനെക്കുറിച്ച്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കുറേയേറെ മോളിക്യൂളുകൾ ചേരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാളുടെ കൊളസ്ട്രോൾ പരിശോധിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ നോക്കാം, ശരീരത്തിലെ മൊത്തമായ കൊളസ്ട്രോൾ രക്തത്തിൽ എത്രയുണ്ടെന്ന് നോക്കാം. അല്ലെങ്കിൽ ലൈപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. ഈ ലൈപ്പിഡ് പ്രൊഫൈൽ നമ്മൾ ചെയ്യുമ്പം ഈ കൊളസ്ട്രോളിനെ അതിൻ്റെ കൊളസ്ട്രോളിൻ്റെ പല വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളെ നോക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് LDL കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്. ഇത് 3 കാര്യങ്ങളാണ്. അത് നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റേറ്റ്, നമ്മൾ ഷുഗർ നോക്കുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമല്ലോ, അതുപോലെ വെറും വയറ്റ് വേണം ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കാൻ. ടോട്ടൽ കൊളസ്ട്രോൾ എപ്പോൾ വേണമെങ്കിലും നോക്കാം. അപ്പോൾ ഇതിൽ LDL കൊളസ്ട്രോളാണ് ഉപദ്രവകാരിയായ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ രക്തക്കൊഴലിൻ്റെ ബ്ലോക്കുകളിലേക്ക് നയിക്കുന്ന LDL കൊളസ്ട്രോൾ. HDL കൊളസ്ട്രോൾ ഗുണകരമായ കൊളസ്ട്രോൾ. HDL കൊളസ്ട്രോൾ കൂടുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ രക്തക്കൊഴലുകളുടെ ബ്ലോക്കിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു കൊളസ്ട്രോളാണ് HDL കൊളസ്ട്രോൾ. പിന്നെ ട്രൈഗ്ലിസറൈഡും ഒരു മോശം കൊളസ്ട്രോളാണ്. ട്രൈഗ്ലിസറൈഡ് വളരെയധികം കൂടുകയാണെങ്കിൽ, ഇപ്പം 1000-ലൊക്കെ മേളിൽ പോവുകയാണെങ്കിൽ പാങ്ക്രിയാസിന് പ്രശ്നങ്ങൾ വരാം. ട്രൈഗ്ലിസറൈഡ് കൂടി നിന്നാലും രക്തക്കൊഴലുകളുടെ ബ്ലോക്കുകൾ വരാം. LDLനോളം തന്നെ ഉപദ്രവകാരി അല്ലെങ്കിൽ തന്നെയും ട്രൈഗ്ലിസറൈഡും ഉപദ്രവകാരിയാണ്. HDL കുറയുന്നതാണ് പ്രശ്നം. HDL നമുക്ക് സംരക്ഷണം തരുന്ന കൊളസ്ട്രോൾ. അപ്പോൾ HDL കുറയുകയാണെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ LDL വളരെ കുറവായിട്ട് ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? LDL ആണോ HDL ആണോ ഉദ്ദേശിച്ചത്? ഇപ്പം HDL നല്ല കൊളസ്ട്രോളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം LDLന്റെ അളവ് വളരെ കൂടുതലാണ് പ്രശ്നം. അപ്പോൾ വളരെ കുറവാണെങ്കിൽ പക്ഷേ അതിനും ഒരു കൃത്യമായ ഒരു മിനിമം ലെവൽ കാണുമല്ലോ. കറക്റ്റ്. അതൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞതും അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരാളുടെ നോർമൽ LDL എത്രയാണ്? ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാളുടെ ഷുഗർ എത്രയായിരിക്കണം നോർമൽ, ഒരാളുടെ പ്രഷർ എത്രയായിരിക്കണം നോർമൽ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരാളുടെ LDL എത്രയാണ് നോർമൽ എന്നുള്ളത് ആ വ്യക്തിക്ക് മാത്രമാണ് നോർമൽ. കാര്യം അത് നമ്മുടെ വ്യക്തികളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഹൃദ്രോഗമുള്ള വ്യക്തിയാണോ, ഹൃദ്രോഗമില്ലാത്ത വ്യക്തിയാണോ? ഇനി ഹൃദ്രോഗമില്ലാത്ത വ്യക്തിക്കാണ് ഹൃദ്രോഗം വരാൻ സാധ്യത കൂടുതലുള്ള വ്യക്തിയാണോ, കുറവുള്ള വ്യക്തിയാണോ? LDL കൊളസ്ട്രോൾ ഒരു 160-ന് മേളിൽ പോയാൽ പോലും ഞങ്ങൾ മരുന്ന് തന്നുള്ള ഒരു ചികിത്സയെക്കുറിച്ച് ആലോചിക്കില്ല. അത് ഒരു 160-ൽ താഴെ നിൽക്കുക, 130-ൽ താഴെ നിന്നാൽ ഉത്തമം. അതേസമയം അതൊരു 60 വയസ്സുള്ള ഹൃദ്രോഗിയാണ്, ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നു, ബൈപ്പാസ് കഴിഞ്ഞ രോഗിയാണ്, അയാൾക്ക് LDL കൊളസ്ട്രോൾ 100-ൽ താഴെ നിർബന്ധമായും. 70-ൽ താഴെയാണെങ്കിൽ ഉത്തമം. അതേസമയം ഷുഗറുള്ള വ്യക്തികൾ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല, ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ആളുകൾ, പുകവലിക്കുന്നവർ, അമിതവണ്ണമുള്ളവർ, പ്രഷർ കൂടുതലുള്ള അവർക്കൊക്കെ LDL കൊളസ്ട്രോൾ 130-ൽ താഴെ നിൽക്കുന്നതും, ഹൃദയ സംബന്ധമായ രോഗം, ഹൃദയാഘാതം വരാൻ സാധ്യത കൂടുതലുള്ള ആളുകൾക്ക് LDL കൊളസ്ട്രോൾ 100-ൽ താഴെ നിർത്തുന്നതാണ് ഉത്തമം. നമുക്കൊരു പൊതുവെ ഇന്ത്യക്കാർക്കൊരു കണക്ക് വന്നിട്ടില്ല. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ആളുകൾ. അപ്പോൾ നമ്മളുടെ LDL കൊളസ്ട്രോൾ വളരെ കുറഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് ഉത്തമം. അപ്പോൾ HDL എത്ര ലെവലിൽ കൂടിയാലും അതിനൊരു എക്സീഡിങ് അങ്ങനെ പറയാൻ പറ്റും. HDL കൊളസ്ട്രോളിന് ഒരു കൃത്യമായ കണക്ക് ഇപ്പോൾ നമുക്ക് സാധാരണ പറയാൻ സാധിക്കും. HDL കൊളസ്ട്രോൾ പുരുഷന്മാർക്ക് 40-ൽ കൂടുതലും സ്ത്രീകൾക്ക് 50-ൽ കൂടുതലുമായിരിക്കണം. സ്ത്രീകൾക്ക് HDL കൊളസ്ട്രോൾ സാധാരണഗതിയിൽ തന്നെ ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ സ്ത്രീകൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത പുരുഷന്മാരെ അപേക്ഷിച്ച് ആർത്തവ വിരാമം വരാത്ത ആളുകൾക്ക്, അപ്പോൾ ഒരു 45-50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ സാധ്യത കുറവാണ് ഹാർട്ട് അറ്റാക്ക് വരാനായിട്ട്. അവർക്ക് HDL കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ HDL സ്ത്രീകൾക്ക് 50-ൽ കൂടുതലായിരിക്കണം, പുരുഷന്മാർക്ക് 40-ൽ കൂടുതലായിരിക്കും. അപ്പോൾ ഡോക്ടർ, നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇപ്പോഴത്തെ ഒരു ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇതിന് ഒരു പരിധിവരെ ഒരു റീസൺ ആവാം, ഒരു കാരണമാവാം അല്ലേ? ഒരു പരിധി വരെ എന്നല്ല, 100% ഇതൊരു ജീവിതശൈലി പ്രശ്നമാണ്.
കുറച്ച് ആളുകൾക്ക് ജന്മനാ തന്നെ കൊളസ്ട്രോൾ ശരീരത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിൻ്റെ ആയ പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഉയർന്ന കൊളസ്ട്രോൾ വരാം. അത് കുടുംബങ്ങളിൽ തന്നെ കാണപ്പെടുന്ന ഒരു കുടുംബങ്ങളിലെ പല വ്യക്തികൾക്കും കൊളസ്ട്രോൾ നില അത് ഭയങ്കര കൂടുതലായിരിക്കും. LDL 400, 500, 600 ഒക്കെ ഉണ്ട്. എൻ്റെ കുറച്ച് രോഗികളുണ്ട്, അവർക്ക് LDL കൊളസ്ട്രോൾ 600-ൽ കൂടുതലുള്ള ആളുകളുണ്ട്, 500-ൽ കൂടുതലുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ സഹോദരന്മാർക്ക് 4-5 പേർക്ക് ഒരേപോലെയുള്ള അസുഖങ്ങൾ, അവർക്ക് ചില കൈകാലുകൾ ചില മുഴകളൊക്കെ കാണും. ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയും. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കൊളസ്ട്രോൾ നില ഉയരണമെങ്കിൽ പ്രധാനമായിട്ടും ആഹാരശൈലിയും രണ്ടാമത് വ്യായാമമില്ലായ്മ, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും കൊളസ്ട്രോൾ നിലവാരം ഉയരുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഒരു മിഡിൽ ഏജിലുള്ള ഒരാൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വന്നു, അദ്ദേഹത്തിന് LDL കാണിക്കുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്നൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കില്ല മെഡിസിൻ. ആദ്യം നമ്മളൊരു തീർച്ചയായിട്ടും കുറച്ചൊരു കൺട്രോളിൽ വെച്ച് ഫുഡ് ഹാബിറ്റ് നോക്കും. അതിനുശേഷമായിരിക്കും ഒരു എക്സർസൈസും ചെയ്ത ശേഷമായിരിക്കും വീണ്ടും ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രമേ നമ്മൾ മരുന്ന് കുറിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവർക്കും തന്നെയുള്ളൊരു ഭീതിയാണ്, അത് ജീവിതകാലം മൊത്തം അത് കഴിക്കേണ്ടതായിട്ട് വരുമോ? ഇപ്പോൾ ചോദിച്ചില്ലേ, ഇപ്പോൾ ഒരു മധ്യവയസ്കനായ വ്യക്തി അല്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണം വെക്കാം, ഒരു 40 വയസ്സുള്ള ഒരാൾ എൻ്റെ അടുത്ത് ഒരാളുടെ LDL കൊളസ്ട്രോൾ 200 ആണെന്ന് വെച്ചു. LDL കൊളസ്ട്രോൾ 200 വളരെ കൂടുതൽ. അപ്പോൾ അത്ര ഉയർന്ന കൊളസ്ട്രോൾ നിലവാരം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും കൊളസ്ട്രോൾ ഉയരാൻ കാര്യം, എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണമുണ്ട്. ചില ആളുകൾ ചില പ്രത്യേക കാരണങ്ങൾ കാണും. ഉദാഹരണത്തിന് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ്. വളരെ ഉയർന്ന കൊളസ്ട്രോൾ കണ്ടാൽ നമ്മൾ ആദ്യം നോക്കുക ഇയാൾക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവുണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ. കൊളസ്ട്രോൾ ഉയരാൻ കാരണമുണ്ടാകുന്ന ചില മരുന്നുകളുണ്ട്. നമ്മൾ പ്രഷറിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ കൊളസ്ട്രോൾ ഉയർത്താം. അങ്ങനെ മറ്റ് ചില അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് മരുന്നുകൾ, കിഡ്നിയുടെ ചില അസുഖങ്ങൾ, ഇതൊക്കെ കൊളസ്ട്രോൾ നില ക്രമാതീതമായിട്ട് ഉയർത്താം. അപ്പോൾ അത് വല്ലതും ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇയാളുടെ കൊളസ്ട്രോൾ നിലവാരം കൂടുതലാണ്. ഫാമിലിയിൽ കൊളസ്ട്രോളിൻ്റെ നിലവാരം കൂടുതലുണ്ടോ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വളരെ ചെറിയ പ്രായത്തിൽ വന്നിട്ടുണ്ടോ, സ്ട്രോക്ക് ചെറിയ പ്രായത്തിൽ വന്നിട്ടുണ്ടോ എന്ന്. ഇനി ഇദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത എത്രയാണ്? ഒരു സാധ്യത കൊളസ്ട്രോൾ കൂടുതലാണ്. ഇനി വേറെ സാധ്യതകളുണ്ടോ? പുരുഷനാണ്, അതൊരു സാധ്യതയാണ്. ഫാമിലിയിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ ഇദ്ദേഹം പുകവലിക്കുമോ, ഡയബറ്റീസ് ഉണ്ടോ, പ്രഷറുണ്ടോ, ഇതൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം നമ്മൾ ഉടനടി ചിലപ്പോൾ ഒരു ചികിത്സ തുടങ്ങിയെന്ന് വരില്ല, മരുന്ന് കൊണ്ടുള്ള ചികിത്സ. സാധാരണ നമ്മൾ ചെയ്യുന്ന അദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള ജീവിതശൈലി മാറ്റങ്ങൾ വരുത്താൻ പറയും. കൊഴുപ്പ് കർശനമായി നിയന്ത്രിക്കാൻ പറയും, എണ്ണയുടെ ഉപയോഗം നിയന്ത്രിക്കും, കൃത്യമായ വ്യായാമം. ഒരു 6 ആഴ്ചയ്ക്ക് ശേഷം ഒന്നുകൂടെ കൊളസ്ട്രോൾ നോക്കാം. സാധാരണ കൊളസ്ട്രോൾ നമ്മളിപ്പോൾ 2-3 ദിവസം ഷുഗർ നോക്കുന്ന പോലെ ഓരോ ആഴ്ച ഇടവിട്ട് നോക്കുന്നതിൽ അർത്ഥമില്ല. സാധാരണ നമ്മൾ ഒരു 6 ആഴ്ചയ്ക്ക് ശേഷം 2 മാസത്തിന് ശേഷം കൊളസ്ട്രോൾ ഒന്നുകൂടെ നോക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് കൊളസ്ട്രോൾ താഴുന്നില്ല എങ്കിൽ മരുന്ന് തുടങ്ങേണ്ടി വരും. മരുന്ന് തുടങ്ങിയാൽ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ടല്ല ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. കൊളസ്ട്രോൾ അദ്ദേഹത്തിന് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. കൊളസ്ട്രോൾ കുറച്ച് നിർത്തുന്ന മരുന്നുകൾ നിർത്തിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ നിലവാരം വീണ്ടും ഉയരും. അപ്പോൾ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നിർത്താൻ മരുന്ന് ആവശ്യമായിട്ട് വന്നാൽ ആ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും, ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. നമുക്കിപ്പോൾ എക്സർസൈസും അതുപോലെ തന്നെ ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എക്സർസൈസും കൊളസ്ട്രോൾ നിലവാരം കുറയ്ക്കും. മാത്രമല്ല എക്സർസൈസ് ഒത്തിരി ഗുണങ്ങൾ ചെയ്യും. പ്രഷർ കുറയ്ക്കും, ഷുഗർ കുറയ്ക്കും, അതുപോലെ അമിതവണ്ണം ഉണ്ടാകുന്നത് കുറയ്ക്കും, ഉടവയറുണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കും. ഇതെല്ലാം ഹൃദയാഘാതവും ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു 30 ഏജ് കഴിഞ്ഞ് നമ്മൾ പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്താൽ മതിയോ? സത്യം പറഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ട്, ഉദാഹരണം ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അയാൾ ഒരു അപകടകരമായ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുക, അല്ലേ, ജീവന് ഹാനികരാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അത് ഉണ്ടാവാതെ രക്ഷിക്കലാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ പ്രയോജനകരമാണ് ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കുന്നത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ കൊളസ്ട്രോൾ ചികിത്സിക്കുമ്പോൾ ഇപ്പോൾ കഴിയുന്നത്ര നേരത്തെ ചികിത്സിക്കണം. ചെറുപ്പക്കാരിൽ തന്നെ നമ്മൾ കൊളസ്ട്രോൾ കൂടുന്നത് തടയുകയാണെങ്കിൽ ഈ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് തടയാൻ പറ്റും. ഇപ്പോൾ ബ്ലോക്കുകളുണ്ടായി, അറ്റാക്ക് വന്നു, അല്ലെ സ്ട്രോക്ക് വന്നു, അതിനുശേഷം കൊളസ്ട്രോൾ തടഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം കുറവാണ്. അതേസമയം ഇതൊക്കെ ഉണ്ടാകാതെ നോക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഒരു 21 വയസ്സ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൊളസ്ട്രോൾ നോക്കുക. കൊളസ്ട്രോൾ നോർമലാണ്, ജീവിതശൈലിയെല്ലാം നല്ലതാണ്, പ്രശ്നങ്ങളില്ലാത്ത ആളാണെങ്കിൽ ഒരു 5 വർഷം കൂടുമ്പോഴെങ്കിലും മിനിമം കൊളസ്ട്രോൾ നോക്കിയിരിക്കണം. സമയം കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നോക്കുകയും പിന്നെ ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള ഇൻ്റർവെല്ലുകളിൽ കൊളസ്ട്രോൾ പരിശോധിക്കുകയും വേണം.